പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കപ്പ വേവിച്ചതാണ്. സാധാരണ കപ്പയല്ല, വാട്ടുകപ്പ വേവിച്ചതാണ്. നല്ല ടേസ്റ്റാണ് വാട്ടുകപ്പ വേവിച്ച് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ബീഫ് കറിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, നല്ല ടേസ്റ്റാട്ടോ. ബീഫ് കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വാട്ടുകപ്പ, ഉണക്കക്കപ്പ. അപ്പം ഇന്ന് നമ്മൾ വാട്ടുകപ്പ വേവിക്കുക കേട്ടോ. അപ്പം എങ്ങനെയാണ് വാട്ടുകപ്പ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വാട്ടുകപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ പച്ചക്കപ്പ പുഴുങ്ങി ഉണക്കിയെടുക്കുന്നതാണ് വാട്ടുകപ്പ. അപ്പോൾ അതാണ്ട് ഞാൻ വാട്ടുകപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുതിർത്തെടുക്കണം, അപ്പോഴാണ് നമുക്ക് പെട്ടെന്നൊന്ന് വേവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നല്ല വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുതിർന്ന ശേഷം നമുക്കിത് ഒടിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പം ഞാൻ ഇതുണ്ട് നല്ലതുപോലെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഞെരടി കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പൊടിഞ്ഞു വരും. അപ്പം ഇത് ഇങ്ങനെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഇതുപോലെ നല്ലതുപോലെ 3-4 പ്രാവശ്യം ഞെരടി കഴുകി എടുത്ത ശേഷം ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ല നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ കപ്പ വേവുന്നതിനേക്കാളും ഇത്രയും കൂടെ സമയം പിടിക്കും കേട്ടോ, വാട്ടുകപ്പ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ സാധാ കുക്കറിലല്ല കേട്ടോ വയ്ക്കണേ. അപ്പോൾ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. 1 മുറി തേങ്ങ, 2 തണ്ട് കരിയാപ്പില, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഞാൻ കാന്താരി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എരി അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കപ്പ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, വെന്തിട്ടില്ല, നല്ലതുപോലെ തിളച്ചതേ ഉള്ളേ. ഏകദേശം ഒരു അരഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അത്യാവശ്യം ഉപ്പ് വേണം കേട്ടോ വാട്ടുകപ്പയ്ക്ക്. അപ്പോൾ ഞാൻ ഏകദേശം ചെറിയ സ്പൂണാണ്, 1.5 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒന്നുകൂടെ വെന്ത് കഴിഞ്ഞ ശേഷം ഉപ്പില്ലെങ്കിൽ അന്നേരം ഒന്നുകൂടെ ഇട്ട് കൊടുക്കാമേ വേണമെങ്കിൽ. അപ്പം ഇത് വീണ്ടും നമുക്ക് ഇനി ഉപ്പ് പിടിക്കണമല്ലോ, നല്ലതുപോലെ അടച്ചു വയ്ക്കാം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് ഏകദേശം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോക്കിയപ്പം നമ്മുടെ കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ വെള്ളം ഊറ്റിക്കളയണം. വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്കിനി ഇത് അരപ്പിട്ട് കൊടുക്കാം. അപ്പം നല്ലതുപോലെ വെന്ത ശേഷം വേണം കേട്ടോ വെള്ളം ഊറ്റി കൊടുക്കാൻ. അപ്പോൾ ഇത് കണ്ട ഞാൻ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ്, അപ്പം അരപ്പ് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കാവുള്ളേ. തേങ്ങയും ഇതെല്ലാം ഇട്ട് ചതച്ച ശേഷം ലാസ്റ്റ് വേണം കേട്ടോ കരിയാപ്പില ഇട്ടൊന്ന് ചതച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ശകലം വെള്ളം, കാരണം നമ്മൾ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞല്ലോ, അപ്പോൾ ഒരു ശകലം വെള്ളം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി 1-2 സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ട് ഈ കപ്പ ഈ അരപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് തട്ടിപ്പൊത്തി നമുക്ക് ആവി കയറാൻ വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. നല്ലതുപോലെ ആവി കയറിയ ശേഷം മാത്രം വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ. ഇത് തുറന്ന് നോക്കിയ ശേഷം ഇളക്കുന്നതിന് മുമ്പ് ഈ സൈഡ് ഭാഗം ഒന്ന് നീക്കി നോക്കണം, വെള്ളം കിടപ്പുണ്ടോയെന്ന്. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാം. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടച്ച് വെച്ച് ആവി കയറണം, അപ്പോൾ ആ വെള്ളം പറ്റിപ്പോയിക്കോളുവേ. അപ്പോൾ ഇനി നമുക്ക് ഇളക്കിയെടുക്കാം. ഞാൻ ഇത് തുടുപ്പുണ്ടെങ്കിൽ തുടുപ്പിട്ട് ഇളക്കാം. ഞാൻ ഈ തടിയുടെ തവി വെച്ചാട്ടോ ഇളക്കിയെടുക്കുന്നത്. ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റാട്ടോ വാട്ടുകപ്പ വേവിച്ച് കഴിക്കാൻ. നമ്മൾ സാധാ കപ്പ വേവിക്കുന്ന കണക്കാണ് അത്. പിന്നെ നമ്മൾ സാധാ കപ്പയാണെങ്കിൽ കുതിർത്തെടുക്കണ്ടല്ലോ. ഇതൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ മഴക്കാലത്തൊക്കെ കഴിക്കാൻ വേണ്ടി നേരത്തെ സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെ ചെയ്ത് വയ്ക്കുമായിരുന്നു. കപ്പ ഇതുപോലെ ഉണക്കി എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും മഴക്കാലത്ത് എടുക്കാൻ വേണ്ടി. അതൊരു കാലം. ഇപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ലല്ലോ. ഇപ്പോൾ കടയിൽ പോയാൽ ഇതെല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ അതാണ്ട് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല വാട്ടുകപ്പ വേവിച്ച് നല്ല മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഞാൻ ഇട്ടത് കറക്റ്റായിരുന്നു, അതുകൊണ്ട് പിന്നീട് ഉപ്പിടേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല ചൂടോടെ ഇനി ഈ എനിക്കിന്ന് സ്പെഷ്യലി ബീഫ് കറി കേട്ടോ. അപ്പം ബീഫ് കറിയും കപ്പയും കൂടാണ് ഇന്ന്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. ശകലം കപ്പ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കപ്പയെടുത്ത് ബീഫ് കറിയും കൂടി ഇനി അതിൻ്റെ ആ കപ്പയുടെ പുറത്തോട്ട് ശകലം ബീഫ് കറിയും ഒഴിച്ച് ചൂടോടാൻ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ചോറും വേണ്ട, ഒന്നും വേണ്ട. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി വാട്ടുകപ്പ കിട്ടുമ്പോൾ കേട്ടോ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക്